എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ബബിത അലീനയെ വിളിച്ച് സംസാരിക്കുകയാണ്. എന്താ മോളെ നിൻ്റെ സ്വരമൊക്കെ വല്ലാതിരിക്കുന്നത്? അത് അലീന ചേച്ചി, ഞാനും അമ്മയായിട്ട് ഇന്നിവിടെ വഴക്കുണ്ടായിരുന്നു. എന്തിന്? അത് രോഹിയേട്ടനുമായിട്ട് ഞാൻ കൂടുതൽ സമയം സംസാരിക്കാൻ പാടില്ല, ഒരുമിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരമായെന്ന് പറയും. ആ സമയത്ത് അലീന പറയും, അത് മോളെ അത് സാരമില്ല അമ്മ, ഇപ്പം മേഡം അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒറ്റക്കെട്ടാണല്ലോ. മേഡം മാത്രമല്ല ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു യോജിപ്പ് തകർക്കാൻ വേണ്ടിയാണ് മേഡം അങ്ങനെയൊക്കെ പറയുന്നത്. മേഡം പറയുന്നതൊന്നും മോള് കാര്യമാക്കണ്ട. കൃഷ്ണ കണ്ടില്ലേ എന്തെങ്കിലും പറഞ്ഞാൽ ശ്രദ്ധിക്കാതെ അങ്ങ് പോകുന്നത്, അതുപോലെ അങ്ങ് പോയാൽ മതി. വെറുതെ ഒരു വടക്കിനായിട്ടാണ് മേഡം അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ പറയും. ഇല്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ബബിത അലീനയോട് പറയുന്നുണ്ട്. അങ്ങനെ ബബിത കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അലീന ഫോൺ കട്ട് ചെയ്യാണ്. പിറ്റേ ദിവസം രാവിലെ അലീന ഇങ്ങനെ പുറത്ത് പ്രാവിനൊക്കെ തീറ്റയൊക്കെ കൊടുത്ത് ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ കുട്ടിച്ചാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ശരിക്കും എന്താ മോളെ, നീ ഇന്നലെ ഉറങ്ങിയില്ലേ? നിൻ്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത്. ഏയ് ഒന്നുമില്ല വല്യപ്പച്ച എന്ന് പറയും. അതല്ല, എന്തോ ഒരു സങ്കടം ഉണ്ടല്ലോ നിനക്ക്, എന്ത് പറ്റി? വല്യപ്പച്ചനോട് പറ, എന്ത് പറ്റി എൻ്റെ ചിന്നമ്മൂന്? അത് വല്യപ്പച്ച, ഇന്നലെ എന്നെ എൻ്റെ അനിയത്തി വിളിച്ചിരുന്നു. ആര്? കൃഷ്ണയോ ബബിതയോ? വല്യപ്പച്ചന് പേരൊക്കെ അറിയാവോ? പിന്നെ നീ എപ്പോഴും അവരെക്കുറിച്ച് എന്നല്ലേ പറയുന്നത്? ബബിതയെ വിളിച്ചതെന്ന് പറയും. എന്താ കാര്യം? അത് അമ്മ വെറുതെ ഓരോ പ്രശ്നങ്ങളും പറഞ്ഞ് അവളോട് വഴക്കിന് ചെല്ലുമെന്നൊക്കെ പറഞ്ഞു. ഓ അതോ, അതൊക്കെ അങ്ങനല്ലേ മോളെ, ഒരു വീടായ അമ്മയും മക്കളും തമ്മിൽ എന്തെങ്കിലുമൊക്കെ സംസാരമൊക്കെ ഉണ്ടാവും. അതൊന്നും വലിയ കാര്യമൊന്നും ആക്കണ്ട. എന്തോ അവൾക്കൊരു സങ്കടമുള്ള പോലെന്ന് പറയും. അതൊന്നും സാരമില്ല മോളെ, അതൊക്കെ അങ്ങനെ, നീ അവിടുന്ന് പോയതിൻ്റെ ഒരു സങ്കടം കാണും ആ പിള്ളേർക്കൊക്കെ. നീ അത്രയും അവരെ സ്നേഹിച്ചേയില്ലേ, അതിൻ്റെ ആയിരിക്കും. എന്തോ പറ്റി, നിനക്ക് അവരെ കാണണോ? എനിക്ക് അവരെയൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട് വല്യപ്പച്ചാന്ന് പറയും. നീ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച ആവുന്നേലേ ഉള്ളൂ മോളെ. എന്തായാലും കുറച്ച് ദിവസം ഒരു കഴിയട്ടെ. കഴിഞ്ഞതിന് ശേഷം ഞാൻ ലാലിച്ചൻ്റെ അടുത്ത് പറയാം. നിനക്ക് ഒന്നീ അവിടെ പോയി അവരെ കാണാം, അല്ലെങ്കിൽ നമുക്ക് അവരെ ഇങ്ങോട്ട് വിളിപ്പിക്കാം എന്നൊക്കെ പറയാം. ആന്ന് വല്യപ്പച്ച, പപ്പ സമ്മതിക്കുമോ? പിന്നെന്താ, നമുക്കതൊക്കെ സമ്മതിപ്പിക്കാമെന്ന് പറയും. അതിനുശേഷം പറയും, നിനക്ക് ഈ ചുറ്റുപാടും ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും. കുഴപ്പമില്ല, നല്ലതാ, എനിക്കിഷ്ടപ്പെട്ടെന്നൊക്കെ പറയും. അതിനുശേഷം അലീന പറയും, ഞാൻ ഇത്രയും നാളും കാണാതിരുന്ന എൻ്റെ പപ്പയില്ലേ ഞാൻ കണ്ടത്. എനിക്കറിയത്തില്ലായിരുന്നല്ലോ. ഞാൻ 22 വർഷം അനാഥാലയത്തിലല്ലേ വല്യപ്പച്ച കഴിഞ്ഞത്. ആ 22 വർഷക്കാലവും ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട് ഞങ്ങളെ കാണാൻ. അച്ഛൻ അമ്മ എല്ലാവരും വരും, ഓരോ സ്വീറ്റ്സൊക്കെ ആയിട്ട് വരുമെന്നൊക്കെ എപ്പോഴും ബ്രിജിത്താമ്മയും പറയുമായിരുന്നു. ആ സമയത്ത് ഞങ്ങളെല്ലാവരും പോയി നോക്കി നിൽക്കുമായിരുന്നു, ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങളെ കാണാൻ വരുന്നതും കാത്ത്. ആ സമയത്ത് ബ്രിജിത്താമ്മ ഞങ്ങളുടെ അടുത്ത് പറയും, ഈശ്വരനാണ് നിങ്ങളുടെ അച്ഛൻ, എന്നും നിങ്ങളെ കാണുന്നുണ്ടെന്നൊക്കെ. അതിനുശേഷം ഞാൻ ഈശ്വരനെ തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്നത്, കൺകണ്ട ദൈവമായി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം എൻ്റെ 22 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ അമ്മയെ കാണാൻ ചെന്നു. അമ്മയ്ക്ക് മറ്റൊരു ഭർത്താവുണ്ട്, അതിൽ എനിക്ക് സഹോദരങ്ങളുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഇപ്പം ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ അറിയുന്നു, എനിക്ക് എൻ്റെ സ്വന്തം പപ്പ ജീവിച്ചിരിപ്പുണ്ട്. പപ്പയും വേറെ കുടുംബമായിട്ട് താമസിക്കുക. പക്ഷേ എനിക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അവരുടെ മകളായിട്ട് കഴിയാൻ പറ്റത്തില്ലല്ലോ വല്യപ്പച്ചാന്ന് പറയും. അത് കേൾക്കുമ്പം കുട്ടിച്ചാനങ്ങ് വിഷമാവും. പക്ഷേ എനിക്ക് ഒരുപാട് സഹോദരങ്ങളെ കിട്ടി, എൻ്റെ അമ്മയുടെ മക്കളെ കിട്ടി. എൻ്റെ സഹോദരൻ ബബിതയും കൃഷ്ണമോളെയും രോഹിയും ഞാൻ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പുകളായിട്ടാണ് കാണുന്നത്. പക്ഷേ എനിക്ക് ഒരാഗ്രഹമുണ്ട് വല്യപ്പച്ച, പപ്പയുടെ കുടുംബത്തെക്കുറിച്ച് അറിയാനും അവരെയൊക്കെ ഒന്ന് കാണാനും എന്ന് പറയും. വല്യപ്പച്ചൻ എന്താ അതിനെക്കുറിച്ചൊന്നും എന്നോട് പറയാത്തത്? പറയാൻ വല്യപ്പച്ചൻ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കും. എന്ത് വിഷമം? അതൊക്കെ ഞാൻ പറയാം, അവരെക്കുറിച്ചും എല്ലാം ഞാൻ പറഞ്ഞു തരാമെന്ന് പറയും. ലാലിച്ചൻ്റെ മക്കളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം, നിനക്ക് എന്തൊക്കെയാണ് അറിയേണ്ടതെന്ന് ചോദിക്കും. അങ്ങനെ സ്റ്റാൻലിയുടെ ഭാര്യയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. പപ്പയുടെ ഭാര്യ, അവളുടെ പേര് എൽസമ്മയെന്നാണ്. അവൾ ഈ പള്ളിയും പ്രാർത്ഥനയായിട്ടൊക്കെ നടക്കുന്നതാണ്. ഈശ്വരവിശ്വാസമൊക്കെ കുറച്ച് കൂടുതലാണ്. പിന്നെ അവൾക്കൊരു സഹോദരിയുണ്ട്, റീത്താമ്മ. അവൾ സ്റ്റാൻലിയായിട്ട് അത്ര നല്ല സ്വരച്ച് ചേർച്ചയല്ലല്ലോ. അവളാണ് ഓരോ പ്രശ്നങ്ങൾ വെറുതെ ഉണ്ടാക്കുന്നത്. അവൻ കുടിക്കുന്നതും ദേഷ്യപ്പെടുന്നതിനൊക്കെ പ്രശ്നം റീത്താമ്മയ്ക്കാണ്. അങ്ങനെ അവൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം അവളെ കൊണ്ടുപോയെന്ന് പറയും. അതെന്താ പപ്പയുടെ കൂടെ അവർ താമസിക്കാത്ത? അത് റീത്താമ്മ സമ്മതിക്കത്തില്ല. റീത്താമ്മയുള്ളിടത്ത് എൽസമ്മ താമസിക്കത്തുള്ളൂ. പണ്ട് തൊട്ടേ അവൾ അങ്ങനെയാണെന്ന് പറയും. ഞങ്ങളുടെ കുടുംബത്ത് പോലും അവൾ അങ്ങനെ നിന്നിട്ടില്ലെന്ന് പറയും. അങ്ങനെ റീത്താമ്മയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വല്യപ്പച്ചൻ സംസാരിക്കുകയാണ്. അതിനുശേഷം അവർ തമ്മിൽ സംസാരിച്ച് ചിരിച്ച് കളിച്ചങ്ങ് അകത്തോട്ട് വരുവാണ്. ഇതൊക്കെ ദൂരെ നിന്ന് നമ്മുടെ വിനോദും പൗലോസും കൂടി കാണുന്നുണ്ട്. ആ സമയത്ത് പറയും, എന്നാലും ആ പെണ്ണ് ആളൊരു മിടിക്ക് തന്നെ. അത് ശരിയാ പൗലോസ് ചേട്ടാ, കുട്ടിച്ചാനെയൊന്നും പെട്ടെന്നൊന്നും ആർക്കും മിടിക്കെടുക്കാൻ പറ്റത്തില്ല. ആ കുട്ടിച്ചാനയില്ലേ അവൾ വന്ന അന്നത്തെ ദിവസം തന്നെ മയക്കിയെടുത്തത്. ഇവിടുത്തെ പട്ടികളെ അവളെല്ലാം മയക്കിയെടുത്ത്. ഇപ്പം എന്താ കുട്ടിച്ചാനയും. ഇവൾക്കൊരു അപാരം മാന്ത്രിക ശക്തി ഉണ്ടെന്ന് പറയും, ആൾക്കാരെല്ലാം കയ്യിലെടുക്കാൻ. അത് ശരി, ആ പെണ്ണ് ചില്ലറക്കാരിയൊന്നും അല്ല എന്ന് വിനോദം പറയുന്നുണ്ട്.
അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചങ്ങ് അവരങ്ങ് റൂമിൽ പോവും. കുറച്ച് കഴിയുമ്പോഴെങ്കിൽ മോൾ കുറച്ച് നേരം രാത്രി ഉറങ്ങാതിരുന്നില്ല, കുറച്ച് നേരം മോൾ പോയി കിടന്ന് ഉറങ്ങും. അതിനുശേഷം ഫുഡൊക്കെ കഴിക്കാനായിട്ട് വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരി വല്യപ്പച്ച എന്ന് പറയും. അങ്ങനെ അലീന അങ്ങ് റൂമിലോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലചന്ദ്രൻ ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. ആ സമയത്ത് വൈജയന്തി അങ്ങോട്ട് വരുന്നുണ്ട്. ചോദിക്കും, വൈജയന്തി ഇങ്ങനെ വന്നിട്ട് ബാലേന്ദ്രൻ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ നോക്കുകയാണ്. അതിനുശേഷം പറയും, ഞാനിന്ന് ബാങ്കിലോട്ട് ജോലിക്ക് പോകാമെന്ന് പറയും. നീ എവിടെ പോലെ എനിക്കെന്താ പറയാനുള്ളൊരു മര്യാദ ഉള്ളതുകൊണ്ട് പറഞ്ഞത്. ഓഹോ, മര്യാദയുടെ കാര്യമൊന്നും നീ എന്നോട് പറയരുത്. നീ എന്നോട് മര്യാദ കാണിക്കാൻ വേണ്ട, ഒരു രീതി പെരുമാറിയും വേണ്ട എന്ന് പറയും. അപ്പോൾ എൻ്റെ ഒരു കാര്യം ബാലേന്ദ്രൻ അറിയണ്ട, നീ നിൻ്റെ ഇഷ്ടത്തിനല്ലേ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ഫുഡ് കഴിപ്പം മതിയാക്കി അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് വൈജയന്തിക്ക് അതങ്ങ് ഫീൽ ചെയ്യും. അപ്പോഴത്തേക്ക് കാറി വന്നിരിക്കുന്ന സമയത്ത് കൃഷ്ണമോൾ അങ്ങോട്ട് വരുന്നുണ്ട്. കൃഷ്ണ ചോദിക്കും, അല്ല വല്യപ്പച്ച, അല്ല അച്ഛൻ ഓക്കെ അല്ലേ? എന്താ ഞാൻ ഓക്കെ അല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചത് അച്ഛൻ ഓക്കെ ആണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. ഓക്കെ ആണ് മോളെ, ഓക്കെ ആണോല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ശരി, നീ സ്കൂളിൽ പോകാൻ റെഡി ആയിക്കൊള്ളാൻ പറയും. അങ്ങനെ ബാലേന്ദ്രൻ അങ്ങ് പോവുകയാണ്. അതിനുശേഷം കൃഷ്ണജി അകത്തോട്ട് വരുന്ന സമയത്ത് വൈജയന്തി ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ അലീനെക്കുറിച്ച് അറിയാൻ, അലീന എവിടെയാണ് പോയിരിക്കുന്നത്, പോയ സ്ഥലത്ത് അലീനയ്ക്ക് കഷ്ടപ്പാടാണോ അതോ സുഖസൗകര്യമാണോ, എന്തായാലും ബാലചന്ദ്രൻ കൊണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല സുഖസൗകര്യം ഉള്ളിടത്താണ് കൊണ്ടാക്കിയെന്നുള്ളൊരു ഉറപ്പ് വൈജയന്തിക്കുണ്ടായിരുന്നു. എന്തായാലും കഷ്ടപ്പെടുന്ന സ്ഥലത്തായിരിക്കണം എന്നാണ് വൈജയന്തിയുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ കൃഷ്ണജിയുടെ അടുത്ത് ചോദിക്കാനായിട്ട് നിൽക്കുകയാണ്. അവളെ എവിടെയാണ് കൊണ്ടുപോയത്, കുളത്തൂപ്പുഴയിലാണ് കൊണ്ടുപോയെന്നുള്ള കാര്യം വൈജയന്തിക്ക് അറിയാം, പക്ഷേ എവിടെയാണെന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൃഷ്ണജിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷേ കൃഷ്ണ ഒന്നും വിട്ടു പറയുന്നില്ല. കാരണം അലീനയ്ക്ക് കഷ്ടപ്പാടാണെന്ന് അറിയുന്നതാണ് അമ്മയ്ക്ക് ഏറ്റവും സന്തോഷമെന്ന് കൃഷ്ണമ്മക്ക് അറിയാം. അതുകൊണ്ട് തന്നെ കൃഷ്ണജി ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന ദിവസത്തിൽ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.